LSS പരീക്ഷാ പരിശീലനത്തിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് പരിസര പഠനമാണ്. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒട്ടകവുമായി ബന്ധമില്ലാത്ത അനുകൂലനം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒട്ടകവുമായി ബന്ധമില്ലാത്ത അനുകൂലനം ഏത്? ഓപ്ഷൻസ്: എ. മിശ്രിതമായ കുളമ്പുകൾ. ബി. ഒരിക്കലും വെള്ളം കുടിക്കുന്നില്ല. സി. മൂക്കുകൾ ഇഷ്ടാനുസരണം തുറക്കാനും അടയ്ക്കാനും കഴിയുന്നു. ഡി. കണ്ണുകൾക്ക് 3 പാളികൾ ഉണ്ട്. ഉത്തരം ബി. ഒരിക്കലും വെള്ളം കുടിക്കുന്നില്ല. രണ്ടാമത്തെ ചോദ്യം, കങ്കാരു എലിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കങ്കാരു എലിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻസ്: എ. കവിൾഭാഗത്ത് സഞ്ചിയില്ല. ബി. പകൽ ഇര തേടുന്നു. സി. വലിയ ശരീരം. ഡി. ഒട്ടും വെള്ളം കുടിക്കുന്നില്ല. ഉത്തരം ഡി. ഒട്ടും വെള്ളം കുടിക്കുന്നില്ല. മൂന്നാമത്തെ ചോദ്യം, പെൻഗ്വിനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? പെൻഗ്വിനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? എ. ചർമ്മബന്ധിതമായ വിരലുകൾ. ബി. ചിറകുകൾ ഇല്ല. സി. നീന്താൻ കഴിയില്ല. ഡി. പറക്കുന്നു. ഉത്തരം എ. ചർമ്മബന്ധിതമായ വിരലുകൾ. നാലാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം നേടിത്തരുന്ന സമുദ്രോൽപ്പന്നം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം നേടിത്തരുന്ന സമുദ്രോൽപ്പന്നം. ഓപ്ഷൻസ്: എ. ഞണ്ട്. ബി. സ്രാവ്. സി. ചെമ്മീൻ. ഡി. കക്ക. ഉത്തരം സി. ചെമ്മീൻ. അഞ്ചാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ പ്രകൃതി ദുരന്തത്തിൽ പെടാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ പ്രകൃതി ദുരന്തത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ്: എ. മണ്ണിടിച്ചിൽ. ബി. കുന്നിടിക്കൽ. സി. കാട്ടുതീ. ഡി. ഭൂകമ്പം. ഉത്തരം ബി. കുന്നിടിക്കൽ. ആറാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ വായുവിനെ മലിനമാക്കാത്ത വാതകം ഏത്? താഴെ പറയുന്നവയിൽ വായുവിനെ മലിനമാക്കാത്ത വാതകം ഏത്? ഓപ്ഷൻസ്: എ. കാർബൺ മോണോക്സൈഡ്. ബി. സൾഫർ ഡയോക്സൈഡ്. സി. കാർബൺ ഡയോക്സൈഡ്. ഡി. നൈട്രജൻ ഓക്സൈഡ്. ഉത്തരം ഓപ്ഷൻ സി. കാർബൺ ഡയോക്സൈഡ്. ഏഴാമത്തെ ചോദ്യം, നിങ്ങളുടെ വീടിനടുത്ത് പ്രളയമുണ്ടാകുന്നു. അപ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഏത്? നിങ്ങളുടെ വീടിനടുത്ത് പ്രളയം ഉണ്ടാകുന്നു. അപ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഏത്? ഓപ്ഷൻസ്: എ. ഒരു എമർജൻസി കിറ്റ് തയ്യാറാക്കുക. ബി. വീട്ടിലെ വൈദ്യുതി വിച്ഛേദിക്കുക. സി. ജനൽ, വാതിൽ എന്നിവ അടച്ച് വീടിനുള്ളിൽ ഇരിക്കുക. ഡി. സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുക. ഉത്തരം ഓപ്ഷൻ സി. ജനൽ, വാതിൽ എന്നിവ അടച്ച് വീടിനുള്ളിൽ ഇരിക്കുക. എട്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പരിസ്ഥിതിക്ക് ദോഷങ്ങൾ ചെയ്യുന്നത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ പരിസ്ഥിതിക്ക് ദോഷങ്ങൾ ചെയ്യുന്നത് ഏത്? ഓപ്ഷൻസ്: എ. കരിയിലകൾ കൂട്ടിയിട്ട് കത്തിക്കുക. ബി. ഭക്ഷണാവശിഷ്ടങ്ങൾ ജൈവവളം ആക്കുക. സി. പാഴ്വസ്തുക്കൾ കൊണ്ട് അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കുക. ഡി. പ്ലാസ്റ്റിക് മാലിന്യം ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുക. ഉത്തരം ഓപ്ഷൻ എ. കരിയിലകൾ കൂട്ടിയിട്ട് കത്തിക്കുക. ഒമ്പതാമത്തെ ചോദ്യം, ആമയ്ക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് ആവശ്യമായ പ്രത്യേകത അല്ലാത്തത് ഏത്? ആമയ്ക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് ആവശ്യമായ പ്രത്യേകതയല്ലാത്തത് ഏത്? ഓപ്ഷൻസ്: എ. കട്ടിയുള്ള പുറന്തോട്. ബി. തോടിനുള്ളിലേക്ക് വലിക്കാവുന്ന തല. സി. തുഴ പോലെയുള്ള കാലുകൾ. ഡി. തോണിയുടേത് പോലുള്ള ശരീരാകൃതി. ഉത്തരം ഓപ്ഷൻ ഡി. തോണിയുടേത് പോലുള്ള ശരീരാകൃതി. പത്താമത്തെ ചോദ്യം, താറാവിന് കൊക്കുകൾ കൊണ്ടുള്ള അനുകൂലനം എന്ത്? താറാവിന് കൊക്കുകൾ കൊണ്ടുള്ള അനുകൂലനം എന്ത്? ഓപ്ഷൻസ്: എ. ജലത്തിൽ ശ്വസിക്കുന്നതിന്. ബി. ജലത്തിൽ നിന്നും ചെളിയിൽ നിന്നും ഇര തേടാൻ കഴിയുന്നു. സി. ജലത്തിൽ തുഴയുന്നതിന്. ഡി. ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ ബി.
ജലത്തിൽ നിന്നും ചെളിയിൽ നിന്നും ഇര തേടാൻ കഴിയുന്നു?